നമസ്കാരം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം പുറത്തുവിട്ടിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. യെല്ലോ അലർട്ട് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക. നദിക്കരകൾ, അണക്കെട്ടുകളിലെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനാൽ തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളൊക്കെ കൈക്കൊള്ളേണ്ടതാണ്. കൂടാതെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കുവാനോ നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുവാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടില്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കണം. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത ഏറെയാണ്. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്നതിനാൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കേണ്ടതും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. കൂടാതെ ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതുമാണ്. നമുക്കറിയാം, ഓണക്കാലമാണ്. തീർച്ചയായിട്ടും സ്കൂളുകളും കോളേജുകളും ഒക്കെ അടയ്ക്കുകയാണ്. അപ്പോൾ ഇനിയൊരു 10 ദിവസത്തെ അവധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വിനോദയാത്രകൾക്കായി തയ്യാറെടുക്കരുത്. കാരണം മഴക്കാലമാണ്. പിന്നെ അത് മാത്രമല്ല, പുഴകളിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കണം. കാരണം പല ജീവനുകളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു യാത്രകളിലൂടെയൊക്കെയാണ്. കാരണം പല മുന്നറിയിപ്പുകളും ഇപ്പോഴും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കുക. മഴക്കാലമാണ്. അതുമാത്രമല്ല, കടലിലായാലും പല മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആരും തന്നെ ആളില്ലാത്ത നേരം നോക്കി കടലിലേക്ക് ഇറങ്ങിയോ അല്ലെങ്കിൽ പുഴകളിലേക്ക് ഇറങ്ങിയോ ഒന്നും ചെയ്യരുത്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതാകുവാൻ. അതുമാത്രമല്ല, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു വിരമലക്കുന്ന ബേവിഞ്ച പ്രദേശങ്ങളുടെ പാസഞ്ചർ വാഹനങ്ങളുടെ ഗതാഗത ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. ഹെവി വാഹനങ്ങളും ആംബുലൻസ്, ഫയർ ട്രക്കുകൾ പോലുള്ള അടിയന്തര വാഹനങ്ങൾ മാത്രമേ ഇതുവഴി കടന്നു പോകുവാൻ അനുവദിക്കുകയുള്ളൂവെന്നാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചിട്ടുള്ളത്. മുൻപ് മഴ കനത്തപ്പോൾ വിരമലക്കുന്നിൽ കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിരുന്നു. തലനാരിഴയ്ക്കായിരുന്നു കാർ യാത്രക്കാരെ രക്ഷപ്പെട്ടത്. പരമ്പ അതിരുമാവേൽ വീടിന് മുകളിൽ മൺതിട്ട ഇടിഞ്ഞു വീണു. വീടിന് നാശം സംഭവിച്ചു. ആർക്കും പരിക്കില്ല. കാസർഗോഡ് ജില്ലയിൽ താഴ്ന്ന പല പ്രദേശങ്ങളും റോഡുകളിലും വെള്ളം കയറി. കണ്ണൂർ ഉളിക്കൽ വയറ്റൂർ പാലത്തിൽ വെള്ളം കയറി ഓട്ടോ ടാക്സി ഒലിച്ചുപോയി. ടാക്സിയിലുണ്ടായിരുന്ന 3 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ചിറ്റാരിക്കൽ അതിരുമാവിൽ മണ്ണിടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. പുതിയടത്ത് ജോസഫിന്റെ വീടാണ് തകർന്നത്. ചെറുപുഴ മുളപ്ര പാലത്തിൽ വെള്ളം കയറിയതോടെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. ചപ്പാരപ്പടവ് ടൗണിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയുടെ വെള്ളം കയറി. രാത്രി തന്നെ കടയിൽ നിന്ന് സാധനങ്ങൾ നീക്കിയതിനാൽ കൂടുതൽ നാശനഷ്ടമുണ്ടായില്ല. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആരംഭിച്ച കനത്ത മഴ ഇന്ന് പുലർച്ചെയോടെയാണ് ശമിച്ചത്. മലയോര മേഖലയിലാണ് അതിശക്തമായ മഴ പെയ്തത്. ഇതോടെ പലയിടത്തും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി ഉടലെടുത്തു. എന്നാൽ നേരം വെളുത്തതോടെ മഴയ്ക്ക് ശക്തി കുറഞ്ഞത് ആശ്വാസമായി.
മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലായിരുന്നു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിനിടെ ഛത്തീസ്ഗഡിന് മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിൽ മഴ കനക്കാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് ഇന്നും 31 തീയതികളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ കനത്ത മഴയ്ക്കും മേഘവിസ്ഫോടനങ്ങൾക്ക് പിന്നാലുണ്ടായ മണ്ണിടിച്ചിലുകളിൽ ഉത്തരാഖണ്ഡിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ചമോലി, രുദ്രപ്രയാഗ്, തെഹ്രി ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലുണ്ടായ കനത്ത നാശനഷ്ടങ്ങളിൽ നിരവധി പേർ മരിച്ചു. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് നിഗമനം. രുദ്രപ്രയാഗ് ജില്ലയിലെ ബസുകേദാർ മേഖലയിൽ മഴയും മണ്ണിടിച്ചിലും മൂലം കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. 1/2 ഡസനോളം ഗ്രാമങ്ങൾ ഇത് ബാധിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പുഷ്കന്ദർ സിംഗ് ധാമി അറിയിച്ചു. ജനഗതിയിലെ ദുംഗർ ഗ്രാമത്തിൽ മണ്ണിടിച്ചിലും പ്രളയത്തിലും നിരവധി പേരെ കാണാതായി. സമാന സ്ഥിതിയാണ് ജൌല ഭാദേത് ഗ്രാമത്തിലും. തെഹ്രി ജില്ലയിലെ ബുദ്ധ കേദാർ മേഖലയിൽ കനത്ത മഴയിലും മേഘവിസ്ഫോടനത്തിലും ക്ഷേത്രങ്ങൾ വരെ തകർന്നു. കഴിഞ്ഞ വർഷമുണ്ടായ ദുരന്തത്തിന് പിന്നാലെ ജലസേചന വകുപ്പ് നിർമ്മിച്ച സുരക്ഷാ ഭിത്തിയും തകർന്നു. ഗൻവാളി ഗ്രാമത്തിലെ ഉരുളക്കിഴങ്ങ് പാടകൾ മണ്ണിനടിയിലായി. ഇതിനിടെ പക്ഷേ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ലെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അലക്നന്ദ നദിയിലെ അതിന്റെ കൈവഴികളിലും മന്ദാകിനി നദിയിലും ജലനിരപ്പ് ഉയർന്നു. നദിക്കരയിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബദ്രിനാഥ് ദേശീയ പാതയിലും പല സ്ഥലങ്ങളിലും തടസ്സപ്പെട്ടു കിടക്കുകയാണ്. ചമോലി, നന്ദ് പ്രയാഗ്, കമേഡ, ഭാനേർപന, ഭഗൽനഗല, ജുലാസു, ഗുലാബ്കോടി, ചഡ്വാപ്പിൽ എന്നീ മേഖലയിലാണ് തടസ്സങ്ങൾ. രുദ്രപ്രയാഗ് ജില്ലയിലും ദേശീയപാതയിലും തടസ്സങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.